സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോസി വാകമറ്റം എഴുതിയ നോവൽ പ്രബലൻ തുടരുന്നു. ഭാഗം 19. പത്രം ധർമ്മരാജൻ്റെ നേർക്ക് നീട്ടിക്കൊണ്ട് ഫൽഗുനൻ തമ്പി ചിരിയോടെ പറഞ്ഞു. പരസ്യം ഒന്നാന്തരം. ധർമ്മരാജൻ പത്രം വാങ്ങി വെറുതെ ഒന്നുകൂടി നോക്കി. ഇത്രയും വലിയ പരസ്യം കൊടുത്ത് വെറുതെ പണം കളയണമായിരുന്നോ? കാണാനില്ല എന്നോ മറ്റോ കൊടുത്തിട്ട്? അതൊക്കെ വലിയ പ്രശ്നമാടോ. ആർക്കും ഒരു സംശയവും തോന്നരുത്. അവളൊക്കെ പഠിച്ച പാലൽ കോളേജിൻ്റെ പരസ്യമാകുമ്പോൾ മറ്റുള്ളവർക്ക് സംശയം തോന്നില്ല. പിന്നെ കഴിയുന്നിടത്തോളം പോലീസിനെ ഇതിൽ ഇടപെടാതിരുത്തുന്നതാ നല്ലത്. കാണാനില്ലെന്നൊക്കെ പരസ്യം കൊടുത്താൽ ആരെങ്കിലും അടുത്ത പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞെന്ന് വരും. അതൊക്കെ തെളിവാ. ആര് പരസ്യം കൊടുത്തു, എന്തിനു പരസ്യം കൊടുത്തു എന്നെല്ലാം അന്വേഷണം ഉണ്ടാവും. ഇതും തെളിവല്ലേ? ധർമ്മരാജൻ സംശയിച്ചു. എന്ത് തെളിവ്? നമ്മളാ പരസ്യം ചെയ്തതെന്ന് പത്രക്കാർക്ക് പോലും അറിയില്ല. അവിടെ വ്യാജ അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇനി 3-4 ദിവസം കഴിഞ്ഞ് പോസ്റ്റ് ബോക്സ് തുറന്ന് കത്തുകളെല്ലാം എടുത്തുകൊണ്ട് പോരണം. അതോടെ പത്രവുമായിട്ടുള്ള ഏർപ്പാട് കഴിഞ്ഞു. ഫൽഗുനൻ തമ്പി വിശദീകരിച്ചു. നമ്മളാണ് പരസ്യം ചെയ്തതെന്ന് ആരും അറിയില്ലടോ. എന്തെങ്കിലും ഒരു അന്വേഷണം ഉണ്ടായാൽ തന്നെ നളന്ദ കോളേജിലല്ലേ ചെല്ലൂ. അവർ കൈമലർത്തും. അവരും ഈ പരസ്യം കാണുമല്ലോ. അവർ പരാതിപ്പെട്ടാലോ? പരാതിപ്പെടുകയൊന്നുമില്ല. ചുളുവിൽ കിട്ടുന്ന പരസ്യമല്ലേ. കൂടി വന്നാൽ അന്വേഷിച്ചേക്കും. നമ്മൾ പോസ്റ്റ് ബോക്സ് തുറക്കാൻ ചെല്ലുമ്പോൾ നമ്മളോട് പത്രക്കാർ ചോദിച്ചെന്നിരിക്കും, ഇത് വേറൊരു നളന്ദ കോളേജാണെന്ന് നമ്മളൊരു മറുപടിയും പറയും. അത്ര തന്നെ. ഫൽഗുനൻ തമ്പി തൻ്റെ കൂർമ്മബുദ്ധിയെക്കുറിച്ച് അഭിമാനത്തോടെ തുടർന്നു. ഏതായാലും ഇങ്ങനൊരു പരസ്യം കൊടുക്കാൻ വേണ്ടുന്ന വിവരങ്ങളും ഫോട്ടോകളും സംഘടിപ്പിച്ച് തന്നത് തൻ്റെ മിടുക്ക് തന്നെയാ. ഞാനത് കുറച്ച് കാണുന്നില്ല. ധർമ്മരാജന് പക്ഷേ ഈ പദ്ധതിയുടെ വിജയപ്രാപ്തിയെക്കുറിച്ചുള്ള സംശയം പിന്നെയും ബാക്കി നിന്നു. മഹാദേവൻ തമ്പിയെ എല്ലാ വിവരങ്ങളും അറിയിക്കാനുള്ള ബാധ്യത തനിക്കുണ്ടെന്ന് അയാൾ കരുതി. അല്ലെങ്കിൽ പിന്നീട് എല്ലാ കുറ്റവും തൻ്റെ ചുമലിൽ ചാർത്തപ്പെടുമെന്നും അയാൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അച്ഛൻ സെൽഫോണിൽ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് ശൈലജ ജനാലയ്ക്കടുത്ത് തന്നെ നിന്നു. ജനാലയ്ക്ക് കർട്ടനുണ്ടായിരുന്നതിനാൽ മുറിക്കകത്തു നിൽക്കുന്നവർക്ക് പുറത്തുള്ളവരെ കാണാൻ വയ്യ. ധർമ്മ, ഞാൻ വന്നിട്ട് മതിയെന്ന് പറ. അച്ഛൻ ദേഷ്യത്തിലാണെന്ന് ശൈലജയ്ക്ക് മനസ്സിലായി. അടക്കിപ്പിടിച്ചാണ് സംഭാഷണമെങ്കിലും അറിയാതെ ഉച്ച ഉയർന്നു പോകുന്നു. ആശുപത്രിയുടെ കോറിഡോറിലൂടെ കാലിയായ സ്ട്രെച്ചർ തള്ളിക്കൊണ്ട് ഒരു അറ്റൻഡർ കടന്നുപോയി. അയാൾ ശൈലജയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. കോറിഡോറിനറ്റത്ത് ലിഫ്റ്റിന് മുന്നിൽ സ്ട്രെച്ചർ നിന്നു. ലിഫ്റ്റിൻ്റെ വാതിൽ തുറക്കപ്പെട്ടു. അറ്റൻഡർ ലിഫ്റ്റിലേക്ക് സ്ട്രെച്ചർ തള്ളിക്കയറ്റി. അയാളും കയറി. വാതിലടഞ്ഞു. വേത്തൊട്ടിയിൽ നിങ്ങൾ കാണിച്ച മണ്ടത്തരം ഇനി ഒരിടത്തും ആവർത്തിക്കല്ലേ ധർമ്മ. ഫൽഗുനന് അറിവില്ലാഞ്ഞിട്ടാണെന്ന് വിചാരിക്കാം. നിനക്കോ? ഇപ്പോൾ പൂപ്പാറയും കൈവിട്ടു പോയില്ലേ? വിഷം മുറ്റിയ സർപ്പമാണ് നരേന്ദ്രൻ എന്ന് നീ അവനെ പറഞ്ഞ് മനസ്സിലാക്ക്. വേണ്ട, പരസ്യം കൊടുത്തതുകൊണ്ട് കുഴപ്പമില്ല. അവരെ എവിടെയുണ്ടെന്ന് അറിച്ചു വെച്ചിരുന്നാൽ മതി. ബാക്കി ഞാൻ വന്നിട്ട്. എടുത്തുചാട്ടം ഒന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞോളാം അവനോട്. ധർമ്മ, നീയും സൂക്ഷിക്കണം. എനിക്കിപ്പോൾ ഇവിടുന്ന് മാറാൻ പറ്റാത്ത അവസ്ഥയാ. ശരി, ഓക്കെ. മുറിയിൽ ഫോൺ സംഭാഷണം അവസാനിച്ചു കഴിഞ്ഞെന്ന് ശൈലജയ്ക്ക് മനസ്സിലായി. അല്പനേരം കൂടി അവിടെ നിന്നിട്ട് അവൾ മുറിയിലേക്ക് കയറി ചെന്നു. ആഹാ, നീ അവരുടെ കൂടെ പോയില്ലേ മോളെ? തമ്പി ചോദിച്ചു. എനിക്ക് പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ മതിയെന്നു പറഞ്ഞു. മോനെന്തിയേ? വൈശാഖൻ്റെ കൂടെ. അച്ഛൻ എന്താ വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല. അച്ഛൻ ആരെയാ വഴക്കു പറഞ്ഞ്? ഞാനാ ധർമ്മനോട് പറയായിരുന്നു ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും ഫൽഗുനനെ ഇടപെടിക്കല്ലേന്ന്. എസ്റ്റേറ്റിൽ എന്താ അച്ഛാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ? അതോ അവിടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണോ നടന്നുകൊണ്ടിരിക്കുന്നത്? ഒരു കള്ളവാറ്റുകാരൻ പുതുതായി രംഗപ്രവേശം ചെയ്തിരിക്കുന്നു. എൻ്റെ 2 റേഞ്ച് അവർ ബലം പ്രയോഗിച്ചു കൈയടക്കി. വേത്തൊട്ടിയും ശാന്തമ്പാറയും. ഇപ്പോൾ പൂപ്പാറയും കൈവിട്ടുപോയി. അത് തിരിച്ചു പിടിക്കാൻ ഫൽഗുനൻ എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നത്രേ. ഞാൻ വന്നിട്ട് മതിയെന്ന് ധർമ്മരാജനോട് പറയുകയായിരുന്നു. ഫൽഗുനന് എന്തറിയാം? ആരാ അച്ഛാ രംഗപ്രവേശം ചെയ്ത വില്ലൻ? ഏതോ ഒരുത്തൻ. അയാൾ ഉദാസീന മട്ടിൽ പറഞ്ഞു. നരേന്ദ്രൻ അല്ലേ? അവൾ മഹാദേവൻ തമ്പിയുടെ കണ്ണുകളിലേക്ക് ചൂഴ്ന്നു നോക്കി. തമ്പി പതറിപ്പോയി. അവനാണിപ്പോഴെൻ്റെ പുതിയ ശത്രു. നരേന്ദ്രൻ അച്ഛന് പുതിയതല്ലല്ലോ, അച്ഛൻ്റെ പഴയ ശത്രു. തമ്പി ഇരുത്തി മൂളി.
ഞാനൊന്നും അറിഞ്ഞില്ല എന്നായിരിക്കും അച്ഛൻ്റെ വിചാരം. നീ എന്തറിഞ്ഞു? നരേന്ദ്രൻ്റെ അമ്മ എങ്ങനെയാ മരിച്ചത്? രോഗം വന്ന് കലശലായിട്ട്. നരേന്ദ്രൻ്റെ അച്ഛനോ? അയാൾ ഡാമിൽ നിന്ന് ചാടി മരിച്ചു. അതുതന്നെ തീർച്ചയില്ല, കാരണം ജഡം കിട്ടിയിട്ടില്ല. നരേന്ദ്രൻ്റെ പെങ്ങളെങ്ങനെ മരിച്ചു? അവൾ മരിച്ചെന്ന് ആര് പറഞ്ഞു? കാണാതായി. മരിച്ചെന്ന് സ്ഥിരീകരിക്കണമെങ്കിൽ ശവം കിട്ടണം. ശവം ഒരിക്കലും കിട്ടാതിരിക്കാൻ അച്ഛനും ധർമ്മരാജനും ചേർന്ന് എന്താ ചെയ്തത്? പെട്രോൾ ഒഴിച്ച് കത്തിച്ചോ? കല്ല് കെട്ടി കടലിലെറിഞ്ഞോ? അതോ വെള്ളിക്കുളം എസ്റ്റേറ്റിൻ്റെ ആരുമറിയാത്ത ഏതെങ്കിലും മൂലയിൽ? നിർത്തടി. മഹാദേവൻ തമ്പി പല്ല് കടിച്ച് ചീറി. ശരി, എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയണ്ട. നരേന്ദ്രൻ ചോദിക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ പല്ല് കടിച്ച് രക്ഷപ്പെടാൻ പറ്റുമോ? അവൻ ചോദിക്കാൻ വരട്ടെ, അത് കാത്തിരിക്കുക ഞാൻ. അച്ഛന് ക്ഷമിക്കാമായിരുന്നു. കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ചപ്പോഴെങ്കിലും നരേന്ദ്രനോട് ക്ഷമിക്കാമായിരുന്നു. അച്ഛനത് ചെയ്തില്ല. ഓരോരുത്തരെയായിട്ട് അച്ഛൻ കൊന്നു, അല്ലെങ്കിൽ കൊല്ലിച്ചു. ഏതു തെറ്റിനും എത്ര വർഷം കഴിഞ്ഞാലും ഒരു ശിക്ഷയുണ്ടാവുമെന്ന് അച്ഛനന്ന് ഓർത്തില്ല അല്ലേ? ആ ശിക്ഷയല്ലേ അച്ഛ ഇന്ന് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്? എനിക്ക് ഒരു തെറ്റേ പറ്റിയിട്ടുള്ളടി. അന്ന് നിന്റെ വാക്ക് കേട്ട് അവൻ്റെ ജീവൻ എടുക്കാതെ വിട്ടുകളഞ്ഞു. അതിൻ്റെ ശിക്ഷയാണ് ഞാനിന്ന് അനുഭവിക്കുന്നത്. മനുഷ്യരുടെ ജീവൻ എടുക്കാൻ അച്ഛൻ എന്താ അവകാശം? അന്ന് അവനെ ഇല്ലാതാക്കിയിരുന്നുവെങ്കിൽ മറ്റു 3 പേരും ജീവിച്ചിരുന്നേനെ. ഒരുത്തനെ കൊന്ന ശിക്ഷ മാത്രം അനുഭവിച്ചാൽ മതിയായിരുന്നു. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ തോൽവികൾക്കും ഉത്തരവാദി നീ ഒരുത്തിയാണ്. നീ കാരണമാണ് അവനിന്ന് ജീവിക്കുന്നതും എനിക്കെതിരെ യുദ്ധം ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്നതും. ഞാൻ സമ്മതിച്ചു. ഞാനാണല്ലോ സകലതിനും ഉത്തരവാദി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നേ, അച്ഛൻ നരേന്ദ്രനോട് മല്ലിടാൻ പോകരുത്. നരേന്ദ്രനെ കൊണ്ട് ശല്യമാണെങ്കിൽ വ്യാജമദ്യത്തിൻ്റെ ആ ബിസിനസ് നിർത്തി എസ്റ്റേറ്റ് ആർക്കെങ്കിലും വിറ്റിട്ട് അച്ഛനിങ്ങ് തിരിച്ചു പോരണം. ഫൽഗുനേട്ടനെയും പ്രസന്നേട്ടനെയും അങ്ങോട്ട് അയക്കരുത്. നമുക്ക് 5ഓ 6ഓ തലമുറ സുഖമായി കഴിയാനുള്ള വക ഇവിടെ തന്നെ അച്ഛൻ സമ്പാദിച്ചിട്ടുണ്ടല്ലോ. ആ ഞാഞ്ഞൂലിനെ ഭയന്ന് ഞാൻ ഹൈറേഞ്ച് വിട്ടു പോരാനോ? അവൻ 2ഓ 4ഓ കന്നാസ് ചാരായം വിറ്റതിൻ്റെ പേരിൽ ഞാൻ ആ ബിസിനസ് ഉപേക്ഷിക്കണമെന്നോ? എൻ്റെ മുമ്പിൽ അവൻ ഇപ്പോഴും കീടമാണ്. എൻ്റെ കാലിൻ്റെ പെരുവിരൽ കൊണ്ട് തോണ്ടിയാൽ അരഞ്ഞു തീരുന്ന പുഴു. അച്ഛാ, ദയവ് ചെയ്ത്, നിനക്ക് അവൻ ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരിക്കും. പക്ഷേ ഒരു തവണ പറ്റിയ അബദ്ധം മഹാദേവൻ തമ്പി ഇനി ആവർത്തിക്കില്ല. മുറിയുടെ വാതിൽക്കിലേക്ക് ആരൊക്കെയോ വരുന്ന ഒച്ച കേട്ട് പറയാൻ വന്നത് ശൈലജ വിഴുങ്ങി. വൈശാഖനും പ്രസന്നനും ജയ്മോനും കൂടി മുറിയിലേക്ക് കയറി വന്നു. വൈശാഖൻ്റെ കയ്യിൽ തൂങ്ങി പ്രസരിപ്പോടെയാണ് ജയ്മോൻ്റെ വരവ്. മമ്മി, ഞങ്ങൾ പിസ്സ കഴിച്ചു. അങ്കിളാ വാങ്ങി തന്നെ, ജയ്മോൻ വിളംബരം ചെയ്തു. വൈശാഖൻ ഒരു പാക്കറ്റ് കൊണ്ടുവന്ന ശൈലജയുടെ നേർക്ക് നീട്ടി. നിനക്കുള്ള ഫുഡ്. വൈശാഖൻ കഴിച്ചോ? പ്രസന്നന് ഒറ്റയ്ക്കിരിക്കാൻ മടി. പിന്നെ മോനും നിർബന്ധിച്ചു. നമുക്കിവിടെ ഒന്നിച്ചിരുന്ന് കഴിക്കായിരുന്നു. ശൈലജ പരിഭവിച്ചു. സാരമില്ല, നിനക്ക് അച്ഛനുണ്ടല്ലോ കൂട്ട്. മാത്രമല്ല ഞങ്ങൾ ഉടനെ പോവുകയല്ലേ. വേണമെങ്കിൽ ഞാനിവിടെ നിൽക്കാം. നിങ്ങൾ ഭാര്യ ഭർത്താവും കൂടി മൂവാറ്റുപുഴയ്ക്ക് പോയിക്കോ, പ്രസന്നൻ തമ്പി പറഞ്ഞു. അത് വേണ്ട, വൈശാഖൻ വിലക്കി. ഒരു സ്ത്രീ തന്നെ വേണം ഇവിടെ. അമ്മയ്ക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ. വൈശാഖൻ കിടക്കയിലിരുന്നു. ജയ്മോൻ അയാളുടെ മടിയിൽ കയറിയിരുന്നു. വൈശാഖൻ ഇടത് കൈകൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ച് തൻ്റെ താടി അവൻ്റെ ശിരസിൽ ഉരസിക്കൊണ്ടിരുന്നു. നിങ്ങൾ ഫുഡ് കഴിക്കുക, എന്നിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ, പ്രസന്നൻ പറഞ്ഞു. ഞാൻ കുറച്ച് കഴിഞ്ഞേയുള്ളൂ, നിങ്ങൾ പോയിക്കോ. മഹാദേവൻ തമ്പിയുടെ വിശപ്പ് കെട്ടിരുന്നു. ഞാനും അച്ഛൻ കഴിക്കുമ്പോഴേയുള്ളൂ. എന്നാൽ നമുക്ക് പോകാം പപ്പ. ജയ്മോൻ ശിരസ് പിന്നോട്ട് മലർത്തി വൈശാഖനെ നോക്കി. പോകാം പപ്പ. മോൻ ഇന്ന് പോവണ്ട, മമ്മിയുടെ കൂടെ നിന്നാൽ മതി, ശൈലജ നിർദ്ദേശിച്ചു. ഞാനില്ല, ഞാൻ പപ്പായുടെ കൂടെയാ, അവൻ തർക്കിച്ചു. മോനെ കുളിപ്പിക്കണം, ഡ്രസ്സ് മാറ്റണം. പപ്പയ്ക്ക് അതെല്ലാം ബുദ്ധിമുട്ടാകും. നാളെ രാവിലെ ഇങ്ങോട്ട് തന്നെയല്ലേ വരേണ്ടത്. അതുകൊണ്ടാണ് മമ്മി പറഞ്ഞത് പോവണ്ടാന്ന്, ശൈലജ വിശദീകരിച്ചു. ഞാൻ പപ്പായുടെ കൂടെയേ ഉള്ളൂ. പപ്പ കുളിപ്പിക്കുമല്ലോ, പപ്പ ഡ്രസ്സ് ചെയ്യിക്കൂലോ. പിന്നെന്താ ഇല്ല പപ്പ. അവൻ്റെ നെറുകയിൽ തലോടി പുഞ്ചിരിച്ചുകൊണ്ട് വൈശാഖൻ തലയാട്ടി. ശൈലജ എത്ര നിർബന്ധിച്ചിട്ടും ജയ്മോൻ അവളോടൊപ്പം നിൽക്കാൻ കൂട്ടാക്കിയില്ല. അവൻ വൈശാഖനൊപ്പം മൂവാറ്റുപുഴയ്ക്ക് പോകാനൊരുങ്ങി. പോയി കഴിഞ്ഞപ്പോൾ മഹാദേവൻ തമ്പി പറഞ്ഞു, സാധാരണ അമ്മമാരുടെ കൂടെ നിൽക്കാനാണ് ആൺകുട്ടികൾക്ക് ഇഷ്ടം. ഈ കുട്ടി എന്താ ഇങ്ങനെ? വൈശാഖനോടാ അച്ഛ അവന് സ്നേഹം കൂടുതൽ. ഞാൻ കൊടുക്കുന്നതിനേക്കാൾ സ്നേഹം വൈശാഖൻ അവന് കൊടുക്കുന്നുണ്ട്.
ശൈലജ സന്തോഷത്തോടെ പറഞ്ഞു. അവളുടെ കുട്ടി വൈശാഖനെ കൂടുതൽ സ്നേഹിക്കുന്നതിലും വൈശാഖൻ അവനെ കൂടുതൽ സ്നേഹിക്കുന്നതിലും അവൾക്ക് അത്യധികമായ അഭിമാനമുണ്ടെന്ന് തോന്നുമായിരുന്നു. പത്ര ഓഫീസിൽ ചെന്ന് പോസ്റ്റ് ബോക്സ് തുറന്നു കിട്ടിയ കത്തുകളുമായി ധർമ്മരാജൻ ഉച്ചതിരിഞ്ഞപ്പോൾ വെള്ളിക്കുളം എസ്റ്റേറ്റിൽ തിരിച്ചെത്തി. ധർമ്മരാജനും ഫൽഗുനും തമ്പിയും കൂടിയിരുന്ന് കത്തുകൾ പൊട്ടിച്ചു നോക്കി. ആദ്യം പൊട്ടിച്ച കത്തിൽ തന്നെ കാര്യം വ്യക്തമായിരുന്നു. നോക്കൂ ധർമ്മരാജൻ, ഫൽഗുനൻ അതിയായ ആഹ്ലാദത്തോടെ പറഞ്ഞു. 100-ലധികം കത്തുകൾ ഉണ്ടായിരുന്നു. അവയെല്ലാം കൂടി നെടുങ്കണ്ടത്തു നിന്നുമുള്ള കത്തുകളും മറ്റു ചില പ്രദേശങ്ങളിൽ നിന്നുമുള്ള ഒറ്റപ്പെട്ട ചില കത്തുകളും അക്കൂട്ടത്തിൽ കണ്ടു. കത്തിപ്പാറയിൽ നിന്നായിരുന്നു ഏറ്റവും അധികം കത്തുകൾ. അമ്മയും 2 പെൺമക്കളും താമസിക്കുന്ന സ്ഥലവും വീടും അവരിപ്പോൾ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലാതെ വെറുതെ വീട്ടിൽ നിൽക്കുകയാണെന്നുള്ളതും കത്തുകളിൽ വ്യക്തമായി കാണിച്ചിട്ടുണ്ട്. ചില കത്തുകളിൽ അവർ കത്തിപ്പാറയിൽ എത്തിയ ദിവസവും അവർ താമസിക്കുന്ന വീടിൻ്റെ വിവരണവും പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കുന്നു. കത്തിപ്പാറയാണോ അവൻ അവരെ കൊണ്ടുപോയി ഒളിവിൽ താമസിപ്പിച്ചിരുന്നേ? നമ്മുടെ മൂക്കിന് താഴെ. എന്നിട്ടിതുവരെ ഞാൻ അറിഞ്ഞില്ലല്ലോ. ധർമ്മരാജൻ അത്ഭുതം കൂറി. വെള്ളത്തൂവലിലും കല്ലാർകുട്ടിയിലും നമുക്ക് ആളുകളുള്ളതാ. എന്നിട്ട് എവിടെയെല്ലാം ഞങ്ങൾ ആ തള്ളയ മക്കളെ തിരക്കി നടന്നു. ഈ ഹൈറേഞ്ചിൽ അന്വേഷിക്കാത്ത സ്ഥലമില്ല. എങ്ങനെയുണ്ട് ധർമ്മരാജ എൻ്റെ ബുദ്ധി? എന്തു ചെയ്യാനാ പ്ലാൻ? ധർമ്മരാജൻ ചോദിച്ചു. ആലോചിക്കണം. ആർക്കും ഒരു സംശയം തോന്നാത്ത വിധം അവരെ അവിടുന്ന് തൂക്കിയെടുത്ത് കൊണ്ടുപോരണം. അവരെവിടെ പോയിന്ന് ലോകം അറിയരുത് എന്നു മാത്രമല്ല, ഇനി ഒരിക്കലും ലോകത്താരും അവരെ കാണുകയും അരുത്. ധർമ്മരാജൻ ആശങ്കയോടെ ഫൽഗുനനെ നോക്കി. മുതലയാളിയോടും കൂടി ആലോചിച്ചിട്ട് പോരെ എന്തെങ്കിലും ചെയ്യുന്നത്? ഇനി എന്താലോചിക്കാൻ? എൻ്റെ സ്ഥാനത്ത് അച്ഛനാണെങ്കിൽ ഇത് തന്നെയല്ലേ ചെയ്യുക? അവരെ അന്ന് പിടിച്ചു കെട്ടി കൊണ്ടുവരാൻ ധർമ്മരാജനെ അയച്ചത് അച്ഛൻ തന്നെയല്ലേ? അത് ശരിയാണ്. പക്ഷേ ധർമ്മരാജന് നിർബന്ധമാണെങ്കിൽ അവരെ ഇവിടെ എത്തിച്ച ശേഷം മാത്രം അച്ഛനെ അറിയിക്കുക. അച്ഛൻ വന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കട്ടെ. അവരെ ഇന്ന് രാത്രി തന്നെ ഈ ബംഗ്ലാവിൽ എത്തിക്കണമെന്ന കാര്യത്തിൽ മാത്രം ഒരു മാറ്റവുമില്ല. പേത്തൊട്ടി കോളനി ആക്രമിക്കാൻ പോകുന്ന വിവരം അറിയിക്കാത്തതിന് മുതലാളി എന്നെ കുറേ വഴക്കു പറഞ്ഞു. ധർമ്മരാജൻ ഓർമ്മിപ്പിച്ചു. താനല്ലേ അച്ഛൻ്റെ അടുത്ത് എല്ലാം വിളമ്പിയത്? അച്ഛൻ എന്നെയും ഫോണിൽ വിളിച്ച് കുറേ ശകാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് മുതലാളിയെ താൻ അറിയിച്ചോ? പക്ഷെ നാളെ അറിയിക്കാവൂ. ഇന്ന് രാത്രി എനിക്കൊരു അന്തിക്കൂട്ട് വേണം ധർമ്മരാജ. അതിവരിൽ ഏറ്റവും ഇടുക്കി തന്നെ ആയിക്കോട്ടെ. അവനെ ഒരു വട്ടമെങ്കിലും തോൽപ്പിച്ച സമാധാനത്തിൽ ഇന്ന് എനിക്കൊന്ന് ഉറങ്ങണം. ധർമ്മരാജൻ ഫൽഗുനൻ്റെ ആജ്ഞ ശിരസാ വഹിക്കാൻ തയ്യാറായി. ഏറെ നേരത്തെ കൂടിയാലോചനയ്ക്ക് ശേഷം ധർമ്മരാജൻ ജീപ്പിൽ കല്ലാർകുട്ടി ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. ഫൽഗുനൻ അക്ഷമയോടെ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ കാത്തിരുന്നു. ധർമ്മരാജൻ തിരിച്ചെത്തിയപ്പോൾ രാത്രി 8 മണിയായി. അവരവിടെയുണ്ട്. കല്ലാർകുട്ടിയിൽ ചെന്നിട്ട് ഞാൻ ആളെ വിട്ട് അന്വേഷിപ്പിച്ചു. 3 പേരും ഇപ്പോഴും അവിടെ തന്നെയാണ് താമസം. ധർമ്മരാജൻ വെളിപ്പെടുത്തി. അവർക്ക് തുണയായിട്ട് ആരെങ്കിലും? ആരുമില്ല. അമ്മയും 2 പെൺമക്കളും മാത്രം. അയൽക്കാരുമായി അവർക്കത്ര ലോഹ്യമില്ല. പുറത്തേക്കൊന്നും അധികം ഇറങ്ങാതെ ഒതുങ്ങി കഴിഞ്ഞുകൂടുകയാണ്. 3 പേരുടെയും പേരുകൾ മാറ്റിയിട്ടുണ്ട്. തനിക്ക് ആരെയാ ധർമ്മ കൂടുതൽ ഇഷ്ടം? മൂത്തവളെയോ ഇളയവളെയോ? നേരിൽ കണ്ടിട്ടുള്ളവനല്ലേ താൻ. കൊച്ചുമുതലാളിയുടെ സെലക്ഷൻ നടക്കട്ടെ. അത് കഴിഞ്ഞ് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മതി. എൻ്റെ സെലക്ഷൻ കഴിഞ്ഞാൽ ബാക്കിയൊന്നും കാണില്ല. പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഫൽഗുനൻ തമ്പി പറഞ്ഞു. ഇടത്തും വലത്തും ഓരോന്നിനെ കിടത്തുന്നതാ എനിക്ക് സുഖം. ഇടത് കൈകൊണ്ടും വലത് കൈകൊണ്ടും കെട്ടിപ്പിടിക്കാൻ പറ്റണം. ഒരിക്കൽ എൻ്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയവരാ അവർ. അതിൻ്റെ ഒരു കുറച്ചിലും വാശിയും എനിക്കിപ്പോഴും തീർന്നിട്ടില്ല. ധർമ്മരാജൻ പകയോടെ പറഞ്ഞു. രാത്രി മഴ പെയ്തുകൊണ്ടിരുന്നു. 1 മണി കഴിഞ്ഞു. കത്തിപ്പാറ കോളനി മഴയുടെയും മൂടൽമഞ്ഞിൻ്റെയും കുളിര് പുതച്ച് ഗാഠനിദ്രയിലാണ്ട് കിടന്നു. ശാന്തമ്മയും വിനീതയും രാജിമോളും നല്ല ഉറക്കത്തിലായിരുന്നു. വാതിൽ ഞെരിയുന്ന പോലൊരു ഒച്ച കേട്ട് വിനീതയാണ് ആദ്യം ഉണർന്നത്. പെട്ടെന്ന് ഭിത്തിയും മേൽക്കൂരയും കുലുങ്ങുന്ന പോലെ ഒരു ശബ്ദമുണ്ടായി. അമ്മേ, വിനീത നിലവിളിച്ചു. അടുത്ത നിമിഷം വാതിൽപ്പാളി ഭിത്തിയിൽ വന്നടിക്കുന്ന ശബ്ദം കേട്ടു. വിനീതയ്ക്ക് ചുമരിൽ കൈയെത്തിച്ച് ലൈറ്റിടാനുള്ള സമയമേ കിട്ടിയുള്ളൂ. കമ്പിപ്പാര കൊണ്ട് വാതിൽപ്പാളി തിക്കി ഞെരുക്കിയതോടെ ബോൾട്ട് ഇളകിപ്പറഞ്ഞു പോയിരുന്നു. പിന്നെ ഒറ്റ ചവിട്ടേ വേണ്ടി വന്നുള്ളൂ. മുറിയിലേക്ക് ഇരിച്ചു കയറി വന്ന അക്രമി സംഘത്തെ കണ്ട് വിനീത ഒരിക്കൽ കൂടി നിലവിളിച്ചു.
അടുത്ത നിമിഷം ഒരു കനത്ത കൈപ്പത്തി അവളുടെ വായ പൊത്തി. ശബ്ദവും നിലവിളിയും കേട്ട് ഞെട്ടി ഉണർന്നു കഴിഞ്ഞിരുന്ന ശാന്തമ്മയ്ക്ക് നിലവിളിക്കാൻ കൂടി സമയം കിട്ടിയില്ല. ഞൊടിയിടയിൽ അവരുടെ കൈയും വായും ബന്ധിക്കപ്പെട്ടു. ഫൽഗുനൻ തമ്പി മുറിക്കുള്ളിലേക്ക് കയറി വന്നു. 3 പേരെയും നോക്കി. വായ മൂടിക്കെട്ടിയിരുന്നതിനാൽ 3 സ്ത്രീകളുടെയും ഭയചകിതമായ കണ്ണുകൾ മാത്രമേ അയാൾക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ. എടുത്തോണ്ട് പോ, അയാൾ അനുചരന്മാരോട് ആജ്ഞാപിച്ചു. ബലമായി പിടിച്ച വാതിലിന് പുറത്തേക്ക് കടത്താൻ ശ്രമിക്കവേ രാജിമോൾ പെട്ടെന്ന് തന്നെ പിടിച്ചിരുന്നയാളുടെ കൈ കുതറിച്ച് അടുത്ത മുറിയിലേക്ക് ഓടി. ധർമ്മരാജനും ഫൽഗുനനും അവളുടെ പിന്നാലെ ചെന്നു. വാതിൽ അടച്ചിരുന്നതിനാലും കൈകൾ ബന്ധിക്കപ്പെട്ടിരുന്നതിനാലും അവളുടെ മുന്നിൽ രക്ഷാമാർഗം ഒന്നുമില്ലായിരുന്നു. ധർമ്മരാജൻ അവളെ പിടിക്കാൻ ഭാവിച്ചപ്പോൾ ഫൽഗുനൻ തടഞ്ഞു. ഭിത്തിയിൽ ചാരി കിതച്ചും വിറച്ചും നിൽക്കുന്ന പെൺകുട്ടിയുടെ കാൽവിരൽ മുതൽ നെറുക വരെ അയാളുടെ നോട്ടമിഴഞ്ഞു. അവളെ വിട്ടേക്ക്, താൻ പുറത്തു നിന്നു. ഫൽഗുനൻ തമ്പിയുടെ കണ്ണുകളിൽ കണ്ട തിളക്കം ധർമ്മരാജന് മനസ്സിലായി. അയാൾ പതുക്കെ പുറത്തേക്കിറങ്ങി. ഫൽഗുനൻ തമ്പി രാജിമോളുടെ മുടിയിൽ കുത്തിപ്പിടിച്ചു. അവൾ പെട്ടെന്ന് ഭിത്തിയിലൂടെ ഊർന്ന് നിലത്തേക്കിരുന്നു. നനഞ്ഞ മണ്ണിൽ നിന്ന് ഒരു പൂച്ചെടി വേരോടെ പിഴുതെടുക്കുന്നത് പോലെ ഫൽഗുനൻ അവളെ തൂക്കിയെടുത്തു കൊണ്ടുപോയി മുറിയിലെ കട്ടിലേക്ക് തള്ളി. ധർമ്മരാജൻ വാതിൽ ചാരി മഴ നനയാതെ ഇറയത്ത് കാത്തു നിന്നു. മറ്റുള്ളവർ ഇതിനകം വിനീതയെയും ശാന്തമ്മയെയും ഫൽഗുനൻ്റെ ക്വാളിസ് കാറിനുള്ളിൽ എത്തിച്ചു കഴിഞ്ഞിരുന്നു. കാലുകൾ കൂട്ടിക്കെട്ടിയതോടെ ചവിട്ടിക്കുതറാനുള്ള അവരുടെ ശ്രമവും നിഷ്ഫലമായി. മഴ പെയ്തുകൊണ്ടേയിരുന്നു. ചാറിക്കൊണ്ടിരുന്ന മഴ ഉറച്ചു പെയ്യാൻ തുടങ്ങി. ഒപ്പം കോടമഞ്ഞും. ഗട്ടറുകളിലൂടെ ഇളകിത്തെറിച്ചു പോകുന്ന ഒരു കളിപ്പാട്ടം പോലെ ജീപ്പ് പാഞ്ഞുകൊണ്ടിരുന്നു. ഒന്ന് പതുക്കെ വിട് നരേന്ദ്ര, നമ്മൾ വല്ല കൊക്കയിലും പോയി ചത്തിട്ട് വല്ല കാര്യമുണ്ടോ? കുഞ്ഞുമോൻ പേടിയോടെ പറഞ്ഞു. നരേന്ദ്രൻ കുഞ്ഞുമോൻ്റെ നേർക്ക് ഉഗ്രമായൊരു നോട്ടം നോക്കി. ഞാനൊന്നും പറഞ്ഞില്ല. കുഞ്ഞുമോൻ അവൻ്റെ നോട്ടത്തെ നേരിടാനാവാതെ കൈപ്പടം കൊണ്ട് തൻ്റെ മുഖം മറച്ചു. നരേന്ദ്രൻ ഇടയ്ക്കിടെ സ്വയം തലയ്ക്കടിച്ചു. ഞാൻ എന്തൊരു വിഡ്ഢിയാ. സാരമില്ല നരേന്ദ്ര, ശങ്കർ ഉണ്ടല്ലോ അവിടെ. കരുണൻ ആശ്വസിക്കാൻ ശ്രമിച്ചു. അവൻ ഒറ്റയ്ക്ക് എന്തു ചെയ്യാൻ പറ്റും? നരേന്ദ്രൻ വേവലാതിയോടെ പറഞ്ഞു. പൊന്മുടി കഴിഞ്ഞതോടെ റോഡ് അല്പം കൂടി മെച്ചമായി. ശരവേഗത്തിൽ ജീപ്പ് പാഞ്ഞു പോയിക്കൊണ്ടിരുന്നു. 4 ദിവസം മുമ്പ് ശാന്തമ്പാറ ശശിയുടെ ഡ്രൈവറുടെ കൈവശം യോഹന്നാൻ ഏൽപ്പിച്ച പത്രം തൻ്റെ കയ്യിലെത്തിയത് ഇന്നലെ രാത്രിയിൽ. കയ്യിൽ കിട്ടിയ പത്രം വെറുതെ ഒന്ന് മറിച്ചു നോക്കാനുള്ള സമയമേ കിട്ടിയുള്ളൂ. രാത്രിയിൽ പിടിപ്പത് പണിയുണ്ടായിരുന്നു. കരിമ്പാലവെട്ടിയിൽ നിന്നും മതികെട്ടാൻ മലയ്ക്ക് കുറുകെ പൈപ്പിട്ട് ചാരായം ഞണ്ടാർത്തെത്തിക്കുന്ന പണി 3/4 ഭാഗത്തോളമേ ആയിട്ടുള്ളൂ. ഉത്സാഹിച്ചാൽ ഈ ആഴ്ച കൊണ്ട് ആ ജോലി തീരും. വാറ്റുചാരായം മതികെട്ടാനും താഴെ എത്തിക്കുക എന്ന ദുർഘടം അതോടെ ഇല്ലാതാവും. യോഹന്നാൻ എന്തിനാണ് ഇങ്ങനെ ഒരു പത്രം കൊടുത്തയച്ചതെന്ന് ശശിയുടെ ഡ്രൈവർക്ക് മനസ്സിലായില്ല. അയാൾക്കതിൻ്റെ പ്രാധാന്യവും പിടികിട്ടിയില്ല. പത്രം കയ്യിൽ കിട്ടിയാൽ താൻ ശ്രദ്ധിച്ചോളുമെന്ന് കരുതിയിട്ടുണ്ടാവും. യോഹന്നാൻ എന്തിനിങ്ങനെ ഒരു പത്രം കൊടുത്തയച്ചു എന്ന് ചിന്തിച്ചുകൊണ്ട് ഇന്ന് വൈകുന്നേരം അലസമായി കിടന്ന പത്രത്തിൻ്റെ പേജുകൾ മറിക്കുമ്പോഴാണ് നീലപ്പേന കൊണ്ട് വട്ടത്തിൽ വരച്ച പരസ്യം കണ്ണിൽപ്പെടുന്നത്. ശാന്തമ്മയുടെയും വിനീതയുടെയും രാജിയുടെയും ചിത്രം. ആദ്യം നരേന്ദ്രനൊന്നും മനസ്സിലായില്ല. കരുണേനെയും ഡാനിയെയും വിളിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഡാനിയാണ് ആ പരസ്യത്തിനു പിന്നിലെ അപകടത്തെക്കുറിച്ച് സൂചിപ്പിച്ചത്. ആലോചിക്കാനും പ്രവർത്തിക്കാനും തുച്ഛമായ സമയമേ കിട്ടിയുള്ളൂ. പെട്ടെന്ന് വാഹനമൊന്നും കിട്ടുമായിരുന്നില്ല. ശങ്കറെ അപ്പോൾ തന്നെ പറഞ്ഞയച്ചു. വെള്ളിക്കുളം എസ്റ്റേറ്റ് ബംഗ്ലാവിലെ വാഹനങ്ങളുടെ നീക്കം നിരീക്ഷിക്കാൻ ഏർപ്പാടാക്കണം. പിന്നെ കത്തിപ്പാറയിൽ പോയി അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കണം. രാത്രി ഇരുട്ടിയതിന് ശേഷം മാത്രമേ തനിക്കും കൂട്ടാളികൾക്കും പുറത്തിറങ്ങാൻ കഴിയുമായിരുന്നുള്ളൂ. ശശിയുടെ വീട്ടിലെത്തിയപ്പോഴറിഞ്ഞു ശങ്കർ ശശിയുടെ വീട്ടിൽ നിന്ന് ബൈക്കും എടുത്ത് പോയിട്ടുണ്ടെന്ന്. ജീപ്പ് ചരക്കെടുക്കാൻ അടിമാലിക്ക് പോയിരിക്കുകയാണ്. തിരിച്ചു വരണം. രാത്രി 10 മണിയായപ്പോൾ വെള്ളിക്കുളം എസ്റ്റേറ്റ് ബംഗ്ലാവിനരികെ ശങ്കർ നിരീക്ഷണത്തിന് നിയോഗിച്ചിരുന്ന സജീവൻ ശശിയുടെ വീട്ടിലെത്തി. സജീവനാണ് പൂപ്പാറയിലെ ചാരായ വിതരണത്തിൻ്റെ ചുമതല. ഇതുവരെ വെള്ളിക്കുളം എസ്റ്റേറ്റിൽ നിന്ന് വാഹനങ്ങളൊന്നും പുറത്തു പോയിട്ടില്ലെന്ന് അയാൾ അറിയിച്ചു. പക്ഷേ 9 മണിയോടെ ഒരു ജീപ്പും അത് നിറച്ച ആളുകളും അവിടെ വന്നു ചേർന്നിട്ടുണ്ട്. അവിടെ നിരീക്ഷണത്തിന് തനിക്ക് പകരം ഒരാളെ നിർത്തിയിട്ടാണ് സജീവൻ പോന്നിരിക്കുന്നത്. ബൈക്കിൽ കല്ലാർകൂട്ടിയിലേക്ക് തിരിച്ച ശങ്കറിനെ പറ്റി വിവരമൊന്നുമില്ല. ശശിയുടെ വീട്ടിലേക്ക് ഫോൺ വിളിക്കാമെന്ന് പറഞ്ഞാണ് അയാൾ പോയിരിക്കുന്നത്. നരേന്ദ്രനും സംഘവും ശശിയുടെ വീട്ടിൽ കാത്തിരുന്നു. സജീവൻ പൂപ്പാറയ്ക്ക് തിരിച്ചുപോയി. 10 മണിയായപ്പോൾ ശങ്കറിൻ്റെ ഫോൺ വന്നു. നരേന്ദ്രനാണ് ഫോൺ അറ്റൻഡ് ചെയ്തത്. താൻ ശാന്തമ്മയും മക്കളും താമസിക്കുന്ന വീടിനടുത്ത് വരെ പോയെന്നും അവിടെ പ്രത്യേകിച്ച് സംഭവവികാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നും ശങ്കർ ഫോണിലൂടെ അറിയിച്ചു.
കല്ലാറുകുട്ടിയിലെ ഒരു കടയിൽ നിന്നായിരുന്നു ശങ്കർ ഫോൺ ചെയ്തത്. ബൈക്ക് പെട്ടെന്നാരും കാണാത്ത ഭാഗത്ത് മറച്ചു വെച്ചിട്ട് ശാന്തമ്മയുടെ പരിസരത്ത് തന്നെ ആരും അറിയാതെ കാവലിരിക്കാൻ നരേന്ദ്രൻ ശങ്കറിന് നിർദ്ദേശം കൊടുത്തു. 11 മണി കഴിഞ്ഞപ്പോൾ അടിമാലിയിൽ നിന്ന് ചരക്കും കയറ്റി ശശിയും ജീപ്പും മിനി ലോറിയും വന്നു. ചരക്ക് ശശിയുടെ ഗോഡൗണിൽ ഇറക്കിയ ശേഷം അവർ ഏത് നിമിഷവും പുറപ്പെടാൻ തയ്യാറായി കാത്തുനിന്നു. 12:15 മണിക്ക് സജീവൻ ഒരു ഓട്ടോറിക്ഷയിൽ പാഞ്ഞെത്തി. വെള്ളികുളം ബംഗ്ലാവിൽ നിന്നൊരു കാളിസ് കാറും ജീപ്പും രാജാക്കാട് ദിക്കിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ടെന്ന് സജീവൻ പറഞ്ഞു. 2 വാഹനങ്ങളിലും നിറയെ ആളുകളുണ്ട്. അവർ പുറപ്പെട്ടിട്ട് ഇപ്പോൾ അരമണിക്കൂറെങ്കിലും ആയിട്ടുണ്ടെന്ന് സജീവൻ അറിയിച്ചു. നരേന്ദ്രനും സംഘവും അപ്പോൾ തന്നെ പുറപ്പെട്ടു. പൂപ്പാറയിലെത്തിയപ്പോൾ നരേന്ദ്രൻ കരുണനോട് തിരക്കി, കല്ലാറുകുട്ടിക്ക് പോകാൻ ഏറ്റവും എളുപ്പമുള്ള വഴി ഏതാ? 3 വഴിയെ പോകാം. രാജാക്കാട് ആനച്ചാൽ കുഞ്ചിത്തണ്ണി വഴി, 2 രാജാക്കാട് പൊന്മുടി വെള്ളത്തൂവൽ വഴി, ഇനിയുള്ളത് അല്പം വളഞ്ഞ വഴിയാണ്, കല്ലാർകുട്ടി മുക്കട കൊന്നത്തിരി പൊന്മുടി വഴി. കരുണൻ പറഞ്ഞു. തമ്മിൽ ഭേദം കല്ലാർകുട്ടി പൊന്മുടി വെള്ളത്തൂവൽ വഴി തന്നെ. നരേന്ദ്രൻ തന്നെയാണ് ജീപ്പ് ഓടിച്ചത്. അതൊരു മരണപ്പാച്ചിലായിരുന്നു. ഫൽഗുനൻ തമ്പിയും കൂട്ടരും കത്തിപ്പാറയ്ക്കാണ് പോയിരിക്കുന്നതെന്ന് ഉറപ്പൊന്നുമില്ലല്ലോ നരേന്ദ്ര, കരുണൻ ആശ്വസിപ്പിക്കാൻ എന്ന പോലെ പറഞ്ഞു. അല്ലെങ്കിൽ പിന്നെ അവരെങ്ങോട്ട് പോയി? നരേന്ദ്രൻ ചോദിച്ചു. ഒരു പക്ഷേ നിന്റെ ഈ പരക്കം പാച്ചിലും പേടിയും വെറുതെ ആയിരിക്കും. നരേന്ദ്രൻ്റെ അരികിലിരുന്ന് ഡാനി പിറുപിറുത്തു. മഴയ്ക്ക് ശക്തി കൂടിക്കൂടി വന്നു. ഇടിമിന്നലുകൾ കരുത്താർജിച്ചുകൊണ്ടിരുന്നു. വണ്ടി വെള്ളത്തൂവിലെത്തി. ക്വാർട്ടേഴ്സിൻ്റെ പിൻഭാഗത്ത് കൊങ്ങിണി പടർപ്പുകൾ കൊണ്ടുള്ള വേലിക്കപ്പുറത്ത് വാഴക്കൂട്ടത്തിനിടയിൽ നിന്നുകൊണ്ട് ശങ്കർ തൻ്റെ പെൻടോർച്ച് എടുത്ത് തെളിക്കാൻ ശ്രമിച്ചു. അത് തെളിയുന്നുണ്ടായിരുന്നില്ല. മഴ നനഞ്ഞ് നനഞ്ഞ് ശങ്കറിൻ്റെ ശരീരം വിറച്ചു തുടങ്ങി. വീട്ടിനുള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് കാണാൻ വയ്യ. അകത്ത് എത്ര പേരുണ്ടെന്നും നിശ്ചയമില്ല. അടഞ്ഞ വാതിലിന് പുറത്ത് 2 പേർ നിൽക്കുന്നത് കാണാം. ഇനി എന്താണ്? ശങ്കറിന് ഒരു എത്തും പിടിയും കിട്ടിയില്ല. അവൻ വാഴക്കൂട്ടത്തിലൂടെ പരതി വേലിയരികിലൂടെ മൈതാനത്തിന് നേർക്ക് നീങ്ങി. വേലിപ്പടർപ്പിനപ്പുറത്ത് നിന്ന് അവൻ മൈതാനത്തിലേക്ക് നോക്കി. ഒരു ജീപ്പും ഒരു ക്വാളിസ് കാറും ഹെഡ്ലൈറ്റുകൾ അണച്ച മൈതാനത്ത് കിടപ്പുണ്ട്. അതിനു ചുറ്റും 8 or 10 മല്ലന്മാർ ജാഗ്രതയോടെ 4 പാട് നോക്കിക്കൊണ്ട് നടക്കുന്നു. അവരുടെ കയ്യിൽ ആയുധങ്ങൾ. കൈകളും വായും ബന്ധിച്ച നിലയിൽ ഒരു മധ്യവയസ്കയെയും യുവതിയെയും മറ്റുള്ളവർ പിടിച്ച് ക്വാളിസ് കാറിനുള്ളിലേക്ക് കയറ്റുന്നത് ശങ്കർ കണ്ടു. താൻ ഒറ്റയ്ക്ക് അവരെ നേരിടുന്നത് ആപത്തായി തീരുമെന്ന് ശങ്കറിന് അറിയാമായിരുന്നു. ആ രംഗത്തു നിന്ന് ഉടൻ തന്നെ പാഞ്ഞുപോയി നരേന്ദ്രനെയും കൂട്ടരെയും വിവരമറിയിക്കാനും നിവൃത്തിയില്ല. മൈതാനത്തിൻ്റെ മൂലയ്ക്ക് കുറ്റിച്ചെടികൾ പടർന്നു കിടക്കുന്നതിനിടയിലാണ് ശങ്കർ ബൈക്ക് ഒളിപ്പിച്ചിരുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ മൈതാനത്തുള്ളവർ കാണാതെ ബൈക്ക് എടുക്കാൻ നിവൃത്തിയില്ല. എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരെത്തും പിടിയും കിട്ടാതെ ശങ്കർ മഴയത്ത് നനഞ്ഞു കുതിർന്ന് നിന്നു. കുറേ കഴിഞ്ഞപ്പോൾ ഒരാൾ ഒരു പെൺകുട്ടിയെ എടുത്ത് തോളത്തിട്ടുകൊണ്ട് മഴയിലൂടെ വരുന്നത് കാണായി. തൊട്ടു പിന്നിൽ കാൽച്ചുവട്ടിൽ ടോർച്ച് തെളിച്ചുകൊണ്ട് 2 പേർ. ഇടിമിന്നലിൻ്റെ വെളിച്ചത്തിൽ അതിലൊരാളെ ശങ്കർ തിരിച്ചറിഞ്ഞു. ധർമ്മരാജൻ. പെൺകുട്ടിയുടെ മുടി അഴിഞ്ഞ് ചിതറി തൂങ്ങിക്കിടന്നു. പെൺകുട്ടി അർദ്ധനഗ്നയാണെന്ന് ശങ്കറിന് തോന്നി. അവളെയും അവർ ക്വാളിസിനുള്ളിലേക്ക് കയറ്റി. ധർമ്മരാജനും കൂടെയുള്ളയാളും ഒരു കുട നിവർത്തിപ്പിടിച്ചുകൊണ്ട് വേലിക്കരികിലേക്ക് വരുന്നത് കണ്ട് ശങ്കർ പെട്ടെന്ന് താഴെയിരുന്നു. അവർ തന്നെ കണ്ടിട്ടുണ്ടാകുമെന്നായിരുന്നു അവൻ്റെ പേടി. ധർമ്മരാജൻ്റെ കൂടെയുള്ളയാൾ ഒരു സിഗരറ്റ് കൊളുത്തി വലിച്ചു. നേരെ മൂവാറ്റുപുഴയ്ക്ക് വിട്ടാലോ? ധർമ്മരാജൻ ചോദിച്ചു. വേണ്ട, വെള്ളിക്കുളം എസ്റ്റേറ്റിൽ ഒരു ദിവസം താമസിച്ചിട്ട് മതി മറ്റെന്തും. മടക്ക ഏതു വഴിക്കാ? വന്ന വഴി ഉപയോഗിക്കണ്ട. നാളെ ഒരു അന്വേഷണമുണ്ടായാൽ പെട്ടെന്നാരും കണ്ടുപിടിക്കാൻ ഇടവരരുത്. തനിക്കല്ലേ ഇവിടുത്തെ വഴികളെല്ലാം നിശ്ചയമുള്ളത്? മുക്കടം കൊന്നത്തടി പൊന്മുടി വഴി പോകാം. 7-8 കിലോമീറ്ററോളം ദൂരക്കൂടുതലുണ്ട്. പക്ഷേ മറ്റുള്ളവരുടെ കണ്ണ് കെട്ടാൻ അതാ നല്ലത്. കല്ലാറുകുട്ടിയിൽ നിന്ന് മുക്കടം കൊന്നത്തടി പൊന്മുടി വഴി പൂപ്പാറയ്ക്ക് പോകാനുള്ള ഭ്രാന്ത് നമുക്കുണ്ടെന്ന് ആര് സങ്കല്പിക്കുക പോലുമില്ല. ധർമ്മരാജൻ പറയുന്ന പോലെ. അല്ലെങ്കിൽ അടിമാലി വഴി പോകണം. അത് വേണ്ട, ഞങ്ങൾ അല്പം മുമ്പേ പോകാം. തടസ്സം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊച്ചു മുതലാളിക്ക് സിഗ്നൽ തരാൻ അതാ സൗകര്യം. ശരി, ബംഗ്ലാവിൽ ചെന്നിട്ട്? അത് അവിടെ ചെന്നിട്ട് ആലോചിക്കാം. വീട് പൂട്ടിയോ? പൂട്ടി. പൊളിഞ്ഞ വാതിലും ബോൾട്ടും ഉറപ്പിച്ചിട്ടുണ്ട്. ആർക്കും ഒരു സംശയം തോന്നരുത്. തള്ളയും മക്കളും വീട് പൂട്ടി സ്ഥലം വിട്ടു പോയതാണെന്നേ തോന്നാവൂ. അങ്ങനെയേ തോന്നൂ. ധർമ്മരാജൻ്റെ കൂടെയുള്ളയാൾ വലിച്ചുകൊണ്ടിരുന്ന സിഗരറ്റ് ശങ്കർ പതുങ്ങിയിരുന്ന ഭാഗത്തേക്ക് എറിഞ്ഞു. അവർ 2 പേരും വാഹനങ്ങൾക്കരികെ ചെന്നു. ധർമ്മരാജനും കൂട്ടരും ജീപ്പിൽ കയറി. പെൺകുട്ടിയെ ചുമന്നുകൊണ്ട് വന്ന ആളും ഫൽഗുനൻ തമ്പിയും ക്വാളിസിനുള്ളിൽ കടന്നു. ജീപ്പ് മുമ്പേ ഓടിച്ച് നീങ്ങി. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ക്വാളിസ് കാറിന് സ്റ്റാർട്ടായി. 2 വാഹനങ്ങളും മൈതാനത്തു നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ശങ്കർ വേലിപ്പടർപ്പിനിടയിലൂടെ നൂണ്ട് അപ്പുറം കടന്നു. അവൻ ഓടി ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു. മഴയത്ത് തണുത്ത് കിടന്നതിനാൽ അത് സ്റ്റാർട്ടായില്ല.
ദേഷ്യം കൊണ്ട് ശങ്കറിന് കണ്ണ് കാണാൻ മേലാതായി. പട്ടിയുടെ മോനെ, തെണ്ടി നാറി, നിനക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു സൂക്കേടും ഇല്ലായിരുന്നല്ലോടാ കഴിവേറി. പിന്നെയും തുടരെ തുടരെ കുറേ തൊഴി കൂടി തൊഴിച്ചതോടെ ബൈക്ക് സ്റ്റാർട്ടായി. ഹെഡ്ലൈറ്റ് ഇടാതെ അവൻ ബൈക്ക് മുന്നോട്ടെടുത്തു. അത് മൈതാനത്തിന് താഴെയുള്ള റോഡിലേക്ക് ഇരമ്പി കുതിച്ചു. കത്തിപ്പാറയിൽ നിന്നും കല്ലാറുകുട്ടിയിലേക്കുള്ള ഇറക്കമായപ്പോൾ ശങ്കർ ബൈക്ക് ന്യൂട്രൽ ഗിയറിലിട്ടു. കുറേ താഴെ ഒരു വളവിൽ മറയുന്ന വണ്ടിയുടെ വെളിച്ചം കണ്ടു. അത് ക്വാളിസാണെന്നും ധർമ്മരാജനും സംഘവും കയറിയ ജീപ്പ് കുറേ മുമ്പിലാണെന്നും ശങ്കറിന് മനസ്സിലായി. ഇടിമിന്നലിൻ്റെ വെളിച്ചവും നാട്ടുവെളിച്ചവും മാത്രമേ തുണയുള്ളൂ. റോഡിൻ്റെ ചാൽ മാത്രമേ കാണാനുള്ളൂ. ലൈറ്റ് ഇടാത്തതിനാൽ ഗട്ടറുകളൊന്നും കാണാൻ വയ്യ. കാറ്റും മഴയും ചരൽ വാരി എറിയുന്ന പോലെ മുഖത്തടിക്കുന്നു. ബ്രേക്ക് പൊട്ടി നിയന്ത്രണം വിട്ട പോലെ ബൈക്ക് അതിവേഗ ഇറുക്കത്തിലൂടെ ഉരുണ്ടു പോയിക്കൊണ്ടിരുന്നു. കുറേ ദൂരം ചെന്നപ്പോൾ മലഞ്ചെരുവുകളിൽ വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്ന റോഡിൻ്റെ അങ്ങേയറ്റത്ത് മുന്നിലും പിറകിലുമായി നീങ്ങുന്ന 2 വാഹനങ്ങളുടെ വെളിച്ചം കണ്ടു. അടുത്ത വളവിൽ ക്വാളിസിൻ്റെയും ജീപ്പിൻ്റെയും ചുവന്ന വെളിച്ചം മറഞ്ഞു. ശങ്കർ ബൈക്ക് ഓടിച്ച് കല്ലാറുകുട്ടി ജംഗ്ഷനിലെത്തി. അപ്പോഴേക്കും ധർമ്മരാജൻ പോയ ജീപ്പ് ഡാമിന് മീതെ കൂടി അക്കരെ എത്തിയിരുന്നു. ക്വാളിസുകാർ ഡാമിന് മീതേക്ക് പ്രവേശിക്കുന്നതേയുള്ളൂ. ഇനി പിന്നാലെ പോയിട്ട് കാര്യമില്ലെന്ന് ശങ്കറിന് മനസ്സിലായി. ഫോൺ ചെയ്യാനും നിർവൃത്തിയില്ല. കടകമ്പോളങ്ങളെല്ലാം അടച്ചു പൂട്ടിക്കിടക്കുകയാണ്. ക്വാളിസും ജീപ്പും ഡാമിനരികെ ഡോറിൻ്റെ തിരിവിൽ മറയുന്നതുവരെ ശങ്കർ നോക്കി നിന്നു. പിന്നെ ബൈക്ക് സ്റ്റാർട്ടാക്കി അവൻ വെള്ളത്തൂവൽ റോഡിലേക്ക് തിരിച്ചു. കോടമഞ്ഞുള്ളതിനാൽ മഞ്ഞ ലൈറ്റ് ഇട്ടുകൊണ്ടാണ് നരേന്ദ്രൻ വണ്ടി ഓടിച്ചത്. വെള്ളത്തൂവൽ കഴിഞ്ഞൊരു കിലോമീറ്റർ മുന്നോട്ട് പോയിട്ടുണ്ടാവും. എതിരെ വരുന്ന വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റിലെ വെളിച്ചം നരേന്ദ്രൻ്റെ കണ്ണിലടിച്ചു. ഒറ്റക്കണ്ണനാ, നമ്മുടെ ശങ്കറാണോന്നൊന്ന് നോക്കിയേക്കണേ നരേന്ദ്ര, ഡാനി ഓർപ്പിച്ചു. നരേന്ദ്രനും അങ്ങനെ ഒരു സംശയം തോന്നിയിരുന്നു. രാത്രി 2 മണി നേരത്തെ ഈ മഞ്ഞത്തും മഴയത്തും കാറ്റത്തും ശങ്കറല്ലാതെ മറ്റാരാണ് ബൈക്കോടിച്ച് വരാനുള്ളത്? നരേന്ദ്രൻ വേഗത കുറിച്ച് ഹെഡ്ലൈറ്റ് കെടുത്തി. എന്നിട്ട് പാഞ്ഞു വരുന്ന ബൈക്കിന് നേർക്ക് കൈ കാണിച്ചു. അതിവേഗം വന്ന ബൈക്കിൻ്റെ ബ്രേക്കുകൾ ഞരങ്ങുന്ന ഒച്ച കേട്ടു. നനഞ്ഞ റോഡിൽ സഡൻ ബ്രേക്ക് ഇട്ടിരുന്നാൽ ബ്രേക്കിൻ്റെ പിൻടയർ ഒന്ന് പാളി തിരിഞ്ഞു നിന്നു. നരേന്ദ്രനും കൂട്ടരുമാണ് ജീപ്പിലെന്ന് മനസ്സിലായ ഉടൻ ശങ്കർ ബൈക്ക് ഒരു വശത്തേക്ക് മറിച്ചിട്ടിട്ട് ചാടി ഇറങ്ങി. നരേന്ദ്ര, ഡാനി, അവന്മാർ കൊണ്ടുപോയടാ, ശങ്കർ നിലവിളിക്കും പോലെ പറഞ്ഞു. കരുണനും നരേന്ദ്രനും കുഞ്ഞുമോനും ഡാനിയും സജീവനും മഴയത്തേക്ക് ഇറങ്ങി. എന്തു പറ്റിയെന്ന് പറയടാ, അവന്മാർ വന്ന് പിടിച്ചോണ്ട് പോയി. ഇതേ അരമണിക്കൂർ പോലും ആയിട്ടില്ല. 3 പേരെയും കൊണ്ടുപോയി. 10-12 പേരുണ്ടായിരുന്നു. തോക്കും കത്തിയും കുറുവടിയും ചങ്ങലയും കമ്പിപ്പാരയും എല്ലാമായിട്ട്. നരേന്ദ്രന് ശ്വാസം വിലങ്ങിയതുപോലെയായി. ഡാനി ശങ്കറിനെ തുറിച്ചു നോക്കി. എങ്ങോട്ട് കൊണ്ടുപോയെന്ന് പറയടാ പന്നി. ശങ്കർ താൻ കണ്ടതും കേട്ടതുമായ സകലതും ഒറ്റ ശ്വാസത്തിൽ അവരോട് പറഞ്ഞു. എല്ലാം കേട്ട് നരേന്ദ്രൻ ഒരു നിമിഷം ഇടിവെട്ടേറ്റ പോലെ നിന്നുപോയി. മുക്കടം കൊന്നത്തടി വഴി പോയത് നമ്മളെയും പോലീസിനെയും വഴിതെറ്റിക്കാനാ, കരുണൻ പറഞ്ഞു. പുറകെ പോയാൽ അവന്മാരെ പൂപ്പാറ എത്തും മുമ്പേ പിടിക്കാൻ പറ്റുമോടാ? നരേന്ദ്രൻ ചീറും പോലെ ചോദിച്ചു. മുക്കടം കൊന്നത്തടി വഴി പൂപ്പാറയ്ക്ക് 8 കിലോമീറ്ററെങ്കിലും ദൂരക്കൂടുതലുണ്ട്. ഇപ്പം നമ്മൾ വന്ന വഴിക്ക് തിരിച്ചു പോയാൽ മതി. അവന്മാരെ കൊന്നത്തടി വഴി പൊന്മുടിയിൽ എത്തുന്നതിന് മുമ്പ് നമുക്ക് അവിടെ എത്താം. കേറടാ വണ്ടിയിൽ. നരേന്ദ്രൻ ഒറ്റ കുതിപ്പിന് ജീപ്പിൽ കയറി. പിന്നാലെ മറ്റുള്ളവരും. ശങ്കർ ബൈക്കെടുത്ത് നിവർത്തി വെച്ച് അതിൽ കയറി. രാക്ഷസിൻ്റെ കൈകൊണ്ട് എടുത്തു വെച്ചതുപോലെ നരേന്ദ്രൻ അവിടെ ഇട്ട് ജീപ്പ് തിരിച്ചു. ജീപ്പ് മുന്നിലും ബൈക്ക് പിന്നിലുമായി രാത്രിയുടെ നെഞ്ചിലൂടെ ഊറി വീഴുന്ന മഴത്തുള്ളികളെ ഛിന്നഭിന്നമാക്കിക്കൊണ്ട് പാഞ്ഞുപോയി. മിന്നായം കണക്കെ വെള്ളത്തൂവൽ ടൗണും ഡാമും പിന്നിൽ മറഞ്ഞുപോയി. പൊന്മുടിയിലെത്താൻ അരമണിക്കൂർ എടുത്തില്ല. നരേന്ദ്രൻ ഡാം ക്രോസ് ചെയ്യാതെ നേരെ കൊന്നത്തടി റോഡിലേക്ക് ജീപ്പ് ഓടിച്ചു പോയി. ഒരു കയറ്റം, വളവ് തിരിവുകൾ, റോഡിന് താഴെ നിറഞ്ഞു കിടക്കുന്ന റിസർവോയർ, ജലാശയത്തിന് മീതെ ഇടിമിന്നലിൻ്റെ പ്രതിഫലനങ്ങൾ. തേക്കിൻകാടാണ് റോഡിന് ഇരുവശവും. കാട്ടിൽ റോഡിനു വേണ്ടി മണ്ണെടുത്ത് പോയ താഴ്ന്ന ഭാഗത്തേക്ക് ജീപ്പ് കയറ്റി നരേന്ദ്രൻ ഒതുക്കിയിട്ടു. എല്ലാവരോടും താഴെ ഇറങ്ങി റോഡിലേക്ക് വരാൻ ആജ്ഞാപിച്ചു. എല്ലാവരും ജീപ്പിൽ നിന്നിറങ്ങി. ലൈറ്റ് അണച്ചതോടെ അവിടെ അങ്ങനെയൊരു ജീപ്പ് പാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് റോഡിലൂടെ പോകുന്നവർക്ക് കാണാനേ വയ്യായിരുന്നു. ശങ്കർ ബൈക്ക് കൊണ്ടുവന്ന് ജീപ്പിനടുത്ത് പാർക്ക് ചെയ്തു. അവന്മാർ ഇവിടെ എത്താൻ ഇനി എത്ര സമയം കൂടി എടുക്കും? നരേന്ദ്രൻ ശങ്കറോട് ചോദിച്ചു. 10-15 മിനിറ്റ്, ശങ്കർ പറഞ്ഞു. നമുക്ക് കുറച്ച് ജോലി കൂടിയുണ്ട്, അതിന് ആ സമയം മതി. നരേന്ദ്രൻ പിറുപിറുത്തു. ധർമ്മരാജന് സംഘവും കയറിയ ജീപ്പ് 200 വാരയോളം മുന്നിലായിരുന്നു. ക്വാളിസിന് തേക്കിൻകൂപ്പിലൂടെയുള്ള വഴി എത്ര പിടിക്കുന്നില്ല. പിന്നോട്ട് നോക്കിക്കൊണ്ടാണ് ധർമ്മരാജൻ വണ്ടി ഓടിച്ചിരുന്നത്. ഇനി ഇറക്കമായി. കൂപ്പിലൂടെ വളഞ്ഞു പോകുന്ന റോഡിലൂടെ
അതും ഇറക്കമിറങ്ങി. ഡാമിൻ്റെ കരയിലേക്കുള്ള ഹെയർപിൻ വളവ് തിരിഞ്ഞതും റോഡിനു കുറുകെ ഇലക്ട്രിക് പോസ്റ്റ് വീണതുപോലെ ഉണങ്ങിയ തേക്കുതടി. ഫൽഗുനൻ തമ്പി വേഗം സഡൻ ബ്രേക്ക് ഇട്ടു. അപകടം എന്ന തലച്ചോറ് വിളിച്ചു പറയുമ്പോഴേക്കും 5 പേർ ക്വാളിസിനെ വളഞ്ഞു. ഞൊടിയിടയിൽ ഡോർ തുറക്കപ്പെട്ടു. ഫൽഗുനൻ തമ്പി ഡാഷ്ബോർഡ് തുറന്ന് കൈത്തോക്കെടുക്കാൻ ഭാവിക്കുകയായിരുന്നു. അപ്പോഴേക്കും ഒരു തോക്കിൻ കുഴൽ അയാളുടെ ചെന്നിയിൽ അമർന്നു. കൈ പൊക്കിക്കോടാ നായേ! നരേന്ദ്രൻ പല്ല് കടിച്ച് അമറി. ഫൽഗുനൻ തമ്പിക്ക് അനുസരിക്കുകയേ നിർവാഹമുണ്ടായിരുന്നുള്ളൂ. മുമ്പൊരിക്കൽ നെടുങ്കണ്ടത്ത് വെച്ച് നടത്തിയ സംഘട്ടനത്തിനിടയിൽ ധർമ്മരാജനിൽ നിന്ന് പിടിച്ചെടുത്ത തോക്കായിരുന്നു അത്. ഡാനി ബാക്ക് ഡോർ തുറന്നിട്ട് അകത്തേക്ക് പെൻ ടോർച്ചടിച്ചു. അവൻ ഞെട്ടിപ്പോയി. കൈയും വായും മൂടിക്കെട്ടിയ നിലയിൽ സീറ്റിൽ തളർന്നു കിടക്കുന്ന വിനീതയും ശാന്തമ്മയും. മുഖത്ത് അവിടെ ചോരപ്പാടുകളോടെ ചാരിവെച്ച ശവം പോലെ കണ്ണു തുറച്ച് സീറ്റിലിരിക്കുന്ന രാജിമോൾ. അവളുടെ പിച്ചിച്ചീന്തിയ ഉടയാടുകൾ. നരേന്ദ്രനും ആ കാഴ്ച കണ്ടു. അവൻ്റെ നെഞ്ചിലൂടെ മിന്നൽ പിണരുകൾ പാഞ്ഞു പുളഞ്ഞുപോയി. ഇടിമുഴക്കങ്ങളിൽ ഹൃദയം പ്രകമ്പനം കൊണ്ടു. വീണമോളാണ് സീറ്റിലിരിക്കുന്നതെന്ന് അവന് തോന്നി. ഡാനിയും കരുണനും കൂടി ശാന്തമ്മയുടെയും വിനീതയുടെയും കെട്ടുകൾ അഴിച്ചു. അതിനിടയിൽ അവർക്ക് കാവൽ നിന്നിരുന്ന ഒരുവൻ പിൻഡോർ തുറന്ന് ചാടാനൊരു ശ്രമം നടത്തി. ശങ്കർ അവനെ അകത്തേക്ക് തള്ളി വീഴ്ത്തി. കരുണൻ ശാന്തമ്മയെയും വിനീതയെയും താങ്ങിപ്പിടിച്ച് പുറത്തിറക്കി. ഡാനി രാജിമോളുടെ കെട്ടുകൾ വഴിച്ചു. അവൾ അതൊന്നും അറിയുന്നില്ലെന്ന് തോന്നുമായിരുന്നു. വിറങ്ങലിച്ച മൃതദേഹം പോലെ. ശാന്തമ്മ മകളെ ഒന്ന് നോക്കി. എന്നിട്ട് നരേന്ദ്രൻ്റെ നേർക്ക് നെഞ്ചുപൊട്ടി നിലവിളിച്ചു. എൻ്റെ മോളെ കൊല്ലാക്കൊല ചെയ്തല്ലോ മോനെ! ചീറിയടിച്ച കാറ്റ് ആ കരച്ചിലിനെ പറത്തിക്കളഞ്ഞു. ആ അമ്മയുടെ കണ്ണുകളിൽ നിന്ന് ഒഴുകിയ രക്തക്കണ്ണീർ ആർത്തു പെയ്യുന്ന മഴയിൽ അലിഞ്ഞു. ശക്തമായ ഒരു ഇടിമിന്നൽ. കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശത്തിൽ ഡാമിൻ്റെ ജലനിരപ്പ് നരേന്ദ്രൻ കണ്ടു. ഡാനി! നരേന്ദ്രൻ വിളിച്ചു. ഡാനി അവനെ നോക്കി. തോക്ക് ഡാനിയെ ഏൽപ്പിച്ചിട്ട് നരേന്ദ്രൻ പിൻസീറ്റിൽ നിന്ന് രാജിമോളെ കോരിയെടുത്തു. മോളെ! അവൻ അവളുടെ ശിരസിൽ പിടിച്ച് കുലുക്കി വിളിച്ചു. അവളുടെ കൃഷ്ണമണികൾ അവൻ്റെ നേർക്ക് മെല്ലെ തണുത്ത നോട്ടം. നരേന്ദ്രൻ അവളുടെ വാടിക്കുഴഞ്ഞ ശരീരം ഡാനിയുടെ നേർക്കടുപ്പിച്ചു. ഡാനി! ഒന്ന് താങ്ങണേടാ ഇവളെ! ഡാനി തൻ്റെ ഇടത് കരം കൊണ്ട് അവളുടെ തോളത്ത് പിടിച്ച് തന്നോട് ചേർത്തു. അങ്ങോട്ട് നീങ്ങിയിരിക്കും കൊച്ചുമുതലാളി! പീച്ചാങ്കുഴലിലൂടെ എന്നവണ്ണം നരേന്ദ്രൻ്റെ പല്ലുകൾക്കിടയിലൂടെ വാക്കുകൾ പുറത്തേക്ക് ചീറ്റി. ഡാനിയുടെ കയ്യിലെ തോക്കിലേക്ക് നോക്കിയിട്ട് ഭീതിയോടെ ഫൽഗുനൻ തമ്പി നീങ്ങിയിരുന്നു. നരേന്ദ്രൻ ക്വാളിസിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു. കരുണ! ഡോറെല്ലാം അടച്ചേക്ക്, നരേന്ദ്രൻ പറഞ്ഞു. ഡോറുകൾ അടഞ്ഞു. ആ തടി മാറ്റിയിട്. ശങ്കറും കുഞ്ഞുമോനും കൂടി ഡോറിന് കുറുകെ കിടന്ന തടി മാറ്റി. നരേന്ദ്രൻ ക്വാളിസ് സ്റ്റാർട്ട് ചെയ്തു. അവൻ എന്ത് ചെയ്യാൻ പോവുകയാണെന്ന് ആർക്കും മനസ്സിലായില്ല. അടുത്ത നിമിഷം വണ്ടി കുതിച്ചു. റോഡ് വിട്ട് അണക്കെട്ടിൻ്റെ തീരത്തെ പാറക്കെട്ടിലേക്ക് അത് വേഗം ഉരുണ്ടിറങ്ങി. പിന്നെ താണിറങ്ങുന്ന പറക്കും തളിക കണക്കെ പാറക്കെട്ടിന് താഴത്തെ നീല ജലാശയത്തിലേക്ക് പറന്നു താണു. വണ്ടിയുടെ ലൈറ്റുകൾ അണച്ചിരുന്നതിനാൽ റോഡിൽ നിന്നവർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല. റോഡ് വിട്ട് ക്വാളിസ് ഏതോ കുഴിയിലേക്ക് വീണതുപോലെയാണ് വിനീതയ്ക്കും ശാന്തമ്മയ്ക്കും തോന്നിയത്. പൊടുന്നനെ ശക്തമായൊരു മിന്നലിൽ ഭൂപ്രദേശമെല്ലാം പ്രകാശമാനമായി. പൊന്മുടി ഡാമിലെ ജലനിരപ്പ് അപ്പോഴാണ് അവരുടെ കണ്ണിൽപ്പെട്ടത്. നരേന്ദ്രൻ വണ്ടി ഓടിച്ചിറക്കിയത് അതിലേക്കാണെന്നറിഞ്ഞതും വിനീതയുടെ നെഞ്ചിലൊരു മിന്നൽ പിണരുണ്ടായി. ശാന്തമ്മ ഭീതിയോടെ ഡാനിയെ നോക്കി. ഡാമിനക്കരെ കയറ്റം കയറിക്കൊണ്ടിരുന്ന ധർമ്മരാജൻ്റെ ജീപ്പിൻ്റെ വെളിച്ചം ദൂരെ മഴനൂലുകൾക്കിടയിലൂടെ കാണാമായിരുന്നു. ശങ്കറും കുഞ്ഞുമോനും കൂടി ഡാമിനരികിലേക്ക് ഓടി. വീണ്ടും ശക്തമായ ഒരു ഇടിമിന്നൽ. മുങ്ങിക്കൊണ്ടിരുന്ന ക്വാളിസിൻ്റെ ഡിക്കി ഡോർ മാത്രം ഒരു നിമിഷത്തേക്ക് ഡാമിലെ ഇരുണ്ട ജലനിരപ്പിന് മീതെ കണ്ടു. അടുത്ത നിമിഷം ജലപാളികൾ അതിനെയും മൂടി. ഡാമിലേക്ക് ചാഞ്ഞുകിടന്ന പാറയിലൂടെ നനഞ്ഞുകുതിർന്ന ജലപ്പിശാചിനെ പോലെ ഒരു ആൾരൂപം തങ്ങളുടെ നേർക്ക് കയറി വരുന്നത് ശങ്കറും കുഞ്ഞുമോനും ഉൾക്കിടിലത്തോടെ നോക്കി നിന്നു. ആൾരൂപം റോഡിലേക്ക് കയറി. കഴിഞ്ഞു, വാ പോകാം. അത് ശബ്ദം താഴ്ത്തി അവരോട് മന്ത്രിച്ചു. അടുത്തു വന്നപ്പോൾ വിനീതയും ശാന്തമ്മയും ഭയത്തോടെ നരേന്ദ്രനെ നോക്കി. ഡാനി, വണ്ടിയെടുക്ക്, ലൈറ്റിടണ്ട, നരേന്ദ്രൻ പറഞ്ഞു. ഡാനി മണ്ണെടുത്ത ഭാഗത്തേക്ക് ഒതുക്കിയിട്ടിരുന്ന ജീപ്പ് കൊണ്ടുവരാനായി പോയി. നരേന്ദ്രൻ രാജിമോളെ തന്നോട് ചേർത്ത് പിടിച്ചു. മഴയിലും തണുപ്പിലും പേടിയിലും അവൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. വിഷമിക്കരുത് മോളെ, നിന്നെ ദ്രോഹിച്ചവൻ പോയി. നീ ജീവിച്ചിരിക്കുന്നു. ഒന്നും സംഭവിച്ചിട്ടില്ല നിനക്ക്, ഒന്നും. രാജിമോൾ ധീരമായി ഒന്ന് കരഞ്ഞു. സാരമില്ല, സാരമില്ല. നരേന്ദ്രൻ അവളുടെ മുഖം തൻ്റെ തോളിലേക്ക് അമർത്തിപ്പിടിച്ചു. അവളുടെ നനഞ്ഞു കുതിർന്ന മൂർത്താവിൽ അവൻ ചുംബിച്ചു. ജീപ്പ് വെളിച്ചമില്ലാതെ ഉരുണ്ടുരുണ്ട് അവർക്കരികിലെത്തി. നരേന്ദ്രൻ രാജിമോളെ മുൻസീറ്റിൽ കയറ്റിയിരുത്തി.
വിനീതയോടും ജീപ്പിലേക്ക് കയറാൻ പറഞ്ഞു. റോഡരിയിലേക്ക് നീക്കിയിട്ടിരുന്ന തേക്ക് തടി യഥാസ്ഥാനത്ത് എടുത്തു വെക്കാൻ കരുണനോടും കുഞ്ഞുമോനോടും നിർദ്ദേശിച്ചു. അവർ ശങ്കറിൻ്റെ സഹായത്തോടെ അത് പൊക്കിയെടുത്ത് തേക്കിൻകാട്ടിൽ അത് കിടന്ന സ്ഥാനത്ത് തന്നെ കൊണ്ടുചെന്നിട്ടു. ഡാമിനക്കരെയുള്ള കുന്നിലെ റോഡിൻ്റെ തിരിവിൽ ധർമ്മരാജൻ്റെ ജീപ്പ് നിർത്തിയിട്ടിരിക്കുന്നത് കാണാമായിരുന്നു. ഫൽഗുനൻ തമ്പി വരാൻ വേണ്ടി കാക്കുകയാണ് അവരെന്ന് നരേന്ദ്രനും മനസ്സിലായി. ശങ്കർ, നീ ബൈക്കും എടുത്ത് ജീപ്പിൻ്റെ പുറകെ വന്നാൽ മതി, ലൈറ്റ് ഇടണ്ട, നരേന്ദ്രൻ നിർദ്ദേശിച്ചു. ഇതിലെ എങ്ങോട്ടാ നരേന്ദ്ര? ഇവരെ നമുക്ക് വീട്ടിലെത്തിക്കണ്ടേ? ഇനി അങ്ങോട്ട് തന്നെ കൊണ്ടുപോകാനോ? ഒരൊറ്റ ദിവസത്തേക്ക് മാത്രം. രായ്ക്കരാമാനെ ഇവരെ കാണാതായെന്ന് വരുന്നത് കത്തിപ്പാറക്കാരിൽ സംശയമുണ്ടാക്കും. നാളെ ഇവർ അയൽക്കാരോടൊക്കെ യാത്ര പറഞ്ഞു പോരട്ടെ, അതാ നല്ലത്. ആലോചിച്ചപ്പോൾ ഡാനിക്കും തോന്നി അതുതന്നെയാ നല്ലതെന്ന്. നോവൽ നാളെ തുടരും.